And welcome to the new video. So in this video I'll be discussing about steady state output noise power, or I will derive an expression for the steady state output noise power due to input quantization error. Okay, so കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എററും അതിനുള്ള നോയ്സ് പവറിനുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വാരിയൻസിൻ്റെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ക്വാണ്ടൈസേഷൻ കാരണം ഇൻപുട്ടിൽ ഒരു എറർ ഉണ്ടാവുന്നു. ആ എറർ സിഗ്നൽ നമ്മളൊരു ഇൻപുട്ടായിട്ടാണ് എടുക്കുന്നത്. എക്സ് ഓഫ് എന്നിൻ്റെ ഒപ്പം ഇ ഓഫ് എൻ കൂട്ടിയിട്ട് എക്സ് ക്യൂ ഓഫ് എൻ ക്വാണ്ടൈസ് സിഗ്നൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന നോയ്സ് പവർ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ, അതിലേക്ക് എക്സ് ഓഫ് എൻ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഓഫ് എൻ കിട്ടും. ഇപ്പോൾ എററൊന്നും ഇല്ല, വെറുതെ എക്സ് ഓഫ് എൻ കൊടുത്താൽ വൈ ഓഫ് എൻ കിട്ടുന്ന ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. എച്ച് ഓഫ് എൻ ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇപ്പോൾ നമ്മുടെ കറണ്ട് കേസ് സിസ്റ്റം തന്നെ, സെയിം സിസ്റ്റം തന്നെ വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ, വി ആർ ഗിവിങ് ദ ഇൻപുട്ട് ആസ് എക്സ് ക്യൂ ഓഫ് എൻ, അതായത് ക്വാണ്ടൈസ്ഡ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എക്സ് ഓഫ് എന്നിൽ കൂടെ എററും കൂടിയും ആഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടൈസേഷൻ എററും കൂടി ആഡ് ചെയ്തിട്ട് എക്സ് ക്യൂ ഓഫ് എൻ ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആ കേസിൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് വൈ ഡാഷ് ഓഫ് എൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് വൈ ഡാഷ് ഓഫ് എൻ എഴുതാം ബൈ യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇമ്പൾസ് റെസ്പോൺസും അതിൻ്റെ ഇൻപുട്ടും നമ്മൾ കൺവല്യൂഷൻ ചെയ്താൽ മതി. ഇവിടെ എക്സ് ക്യൂ ഓഫ് എൻ ആണ് ഇൻപുട്ട്, എച്ച് ഓഫ് എൻ ആണ് ഇൻപുട്ട്. സോ വൈ ഡാഷ് ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു എക്സ് ക്യൂ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ അല്ലേ. എക്സ് ക്യൂ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഇനി നമുക്കറിയാം എക്സ് ക്യൂ ഓഫ് എൻ ഈസ് എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് വരും. ജസ്റ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാം, എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ വരും. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരുന്നു, നമ്മുടെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നോർമൽ ജനറൽ സിമ്പിൾ കേസ് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ വൈ ഓഫ് എൻ എന്ന് എഴുതാൻ വേണം, വൈ ഓഫ് എൻ പ്ലസ് രണ്ടാമത്തെ ടേം വരുന്നത് എറർ ഡ്യൂ ടു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ്. അപ്പോൾ ആ എററും അതേപോലെ ഇമ്പൾസ് റെസ്പോൺസിനായിട്ട് കൺവല്യൂഷൻ വരും. ആ ടൈമിനെ നമ്മൾ എപ്സിലോൺ ഓഫ് എൻ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വൈ ഡാഷ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു വൈ ഓഫ് എൻ പ്ലസ് എപ്സിലോൺ ഓഫ് എൻ. അപ്പോൾ ഔട്ട്പുട്ട് ശരിക്കും വൈ ഓഫ് എൻ കിട്ടേണ്ട സ്ഥലത്ത് ഒരു എററും കൂടിയും അതിൽ കയറി വന്നിട്ടുണ്ട്. സോ വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഈസ് ദ ഔട്ട്പുട്ട് ഡ്യൂ ടു ദ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ. വെറും എക്സ് ഓഫ് എൻ മാത്രമായിരുന്നെങ്കിൽ ഔട്ട്പുട്ടാണ് വൈ ഓഫ് എൻ. ആൻഡ് എപ്സിലോൺ ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഈസ് ദ ഔട്ട്പുട്ട് നോയ്സ് ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ ഓഫ് ദി ഇൻപുട്ട്. ഇൻപുട്ടിൽ ഉണ്ടായ ക്വാണ്ടൈസേഷൻ ഇ ഓഫ് എൻ കാരണം വന്നിട്ടുള്ള ഔട്ട്പുട്ടിലുള്ള നോയ്സ് ആണ് എപ്സിലോൺ ഓഫ് എൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൺവല്യൂഷൻ്റെ ഇക്വേഷൻ പ്രകാരം എങ്ങനെ എഴുതാം, കെ ഈക്വൽ ടു 0 to n എച്ച് ഓഫ് കെ ഇ ഓഫ് എൻ മൈനസ് കെ, എച്ച് ഓഫ് കെ ഇ ഓഫ് എൻ മൈനസ് കെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതായത് ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ ഇ ഓഫ് എൻ എന്ന് എഴുതാമല്ലോ. ആ രീതിക്ക് കെ ഈക്വൽ ടു 0 to n എച്ച് ഓഫ് കെ ഇ ഓഫ് എൻ മൈനസ് കെ എന്ന് എഴുതിയിരിക്കുന്നു കോസൽ എന്നുള്ള രീതിയിൽ. ഇനി ഇത് പ്രകാരം നമുക്കിവിടെ വേണ്ടത് വാരിയൻസ് ആണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോയ്സ് പവർ ആണ് ഈ എററിൻ്റെ എപ്സിലോണിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു ടേമിൻ്റെ വാരിയൻസ് ഓഫ് എനി ടേം ഇൻ ദ എബോവ് എക്സ്പ്രഷൻ ഓർ എബോവ് സം, ഈ ഒരു സമ്മിലെ ഏതെങ്കിലും ഒരു ടേമിൻ്റെ, അതായത് കേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, 0 to n വാല്യൂസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് എടുക്കുന്ന വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്, എച്ച് എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. അപ്പോൾ ഇയുടെ നമുക്ക് ഓൾറെഡി അറിയാം എന്താ, സിഗ്മ ഇ സ്ക്വയർ ആണ്. സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ഓഫ് എൻ എന്ന് വരും. ഇതൊരു കോൺസ്റ്റന്റ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ഓഫ് എൻ ആണ് ഓരോ ടൈമിൻ്റെയും വരിക. സോ ദ വാരിയൻസ് ഓഫ് ദ സം of independent random variables is the sum of their variables. So അപ്പോൾ ഓരോ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളിൻ്റെയും വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദെയർ വാരിയബിൾസ് അങ്ങനെയാണ് വരിക. അതായത് വാരിയൻസ് ഓഫ് ദ സം ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഈസ് എ സം ഓഫ് ദെയർ വാരിയൻസ്. അപ്പോൾ ഓരോന്നിൻ്റെയും വാരിയൻസിൻ്റെ സമ്മായിട്ട് വരും. സോ ഇഫ് ദ ക്വാണ്ടൈസേഷൻ എറേഴ്സ് ആർ അസ്യൂം ടു ബി ഇൻഡിപെൻഡൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് സാമ്പിളിംഗ് ഇൻസ്റ്റൻസസ് ദെൻ ദ വാരിയൻസ് ഓഫ് ദ ഔട്ട്പുട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓരോ ടേമിൻ്റെ ആണ് ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ വാരിയൻസ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഔട്ട്പുട്ടിലുള്ള നോയ്സിൻ്റെ സിഗ്മ എപ്സിലോൺ സ്ക്വയർ, നമ്മൾ എപ്സിലോൺ എന്നാണ് എടുത്തത്, എപ്സിലോൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ. ഇത് സമ്മായിട്ട് എഴുതാം, ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് എന്നുള്ളത്. സിഗ്മ എൻ ഈക്വൽ ടു 0 to k എച്ച് സ്ക്വയർ ഓഫ് എൻ വരും. സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സിഗ്മ കെ എൻ ഈക്വൽ ടു 0 to k എച്ച് സ്ക്വയർ ഓഫ് എൻ വരും. ഇപ്പോൾ ഇവിടെ കെ ആണ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടു ഡിറ്റർമിൻ ദ സ്റ്റഡി സ്റ്റേറ്റ് വാരിയൻസ് ലെറ്റ് us extend the limit k up to infinity. ജസ്റ്റ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് ആക്കും. സോ സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സിഗ്മ കെ ഈക്വൽ ടു n ഈക്വൽ ടു 0 to infinity h സ്ക്വയർ ഓഫ് n.
ഇതാണ് നമ്മളുടെ ഒരു സിമ്പിൾ റിലേഷൻ. ഇത് പ്രകാരം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നോയ്സ് പവർ കണ്ടുപിടിക്കാം, ഔട്ട്പുട്ട് നോയ്സ് പവർ. അതായത് ജസ്റ്റ് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടിയാൽ മതി. ഇമ്പൾസ് റെസ്പോൺസും പിന്നെ നമ്മളുടെ നമ്പർ ഓഫ് ബിറ്റ്സ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഏത് വാല്യൂ കിട്ടും, ഈ വാല്യൂ കിട്ടും, സിഗ്മ ഇ സ്ക്വയർ. അപ്പം അതിൽ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഈ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻപുട്ടിലുള്ള ക്വാണ്ടൈസേഷൻ കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ 12. ഇതാണ് ഇക്വേഷൻ. ക്യൂ സ്ക്വയർ ബൈ 12 ആണ് ഇക്വേഷൻ വരുന്നത്. അതിലെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വരുന്നത് ആർ ഡിവൈഡഡ് ബൈ 2⁻b+1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അതായത് b+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ്സ്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ചില കേസിൽ നമ്മൾ ജനറലായിട്ട് ചിലപ്പോൾ എടുക്കും, ഒന്നും പറഞ്ഞിട്ടില്ല, റേഞ്ചും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് സിംപ്ലി 2⁻b എന്നുള്ള രീതിയിൽ എടുക്കും. അത് ഓക്കെ, ഒന്നും റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ റേഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിക്കുക, ക്യൂ ഈക്വൽ ടു r/2⁻b+1 എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക. b+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ട്രങ്കേഷൻ ഈസ് ഡൺ ബൈ റൗണ്ടിങ് വിത്ത് 6 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ r/2⁻6 എന്ന് എടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ റേഞ്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ 10 വോൾട്ട് ആണ് അതിൻ്റെ നമ്മൾ ചെയ്യുന്ന ട്രങ്കേഷൻ ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 10/2⁻6 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിക്കാണ് ക്യൂ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിഗ്മ ഇ സ്ക്വയർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ എച്ച് ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ നമുക്കത് ചെയ്യാം. എച്ച് ഓഫ് എൻ കിട്ടാനൊന്നുമില്ല, നമ്മൾക്ക് തന്നിട്ടുണ്ടാവും ഡിഫറൻസ് ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറൻസ് ഇക്വേഷനോ എച്ച് ഓഫ് സെഡോ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എച്ച് ഓഫ് എൻ കാണാമല്ലോ, ഇൻവേഴ്സ് സെഡ് ഇൻവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. ഇതല്ലെങ്കിൽ ഇവിടെ പാർസിവൽസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഇതാക്കാം. അതായത് യൂസിങ് പാർസിവൽസ് തിയറം ദ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് വാരിയൻസ്, ഈ വാരിയൻസിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് നോയ്സ് പവർ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ എറർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. സോ ഈ എക്സ്പ്രഷനെ നമുക്ക്, ഈ ഒരു സംഭവത്തിനെ നമുക്ക് എന്താ പറയുക, പാർസിവൽസ് തിയറം വെച്ചിട്ട് പവർ എന്നുള്ള ആ രീതിയിൽ വെച്ചിട്ട് നമുക്ക് എന്താ എനർജി സിഗ്മ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 1/2πj, ഈ ഒരു ടേമിനെയാണ് പറയുന്നത് 1/2πj ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി h of z into h of z raised to -1 into z raised to -1 dz. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് പാർസിവൽസ് തിയറം വെച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. സിഗ്മ കെ n = 0 to infinity h square n പകരം എന്താ 1/2πj ഇന്റഗ്രൽ ഓവർ സി ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി h of z into h of z raised to -1 into z raised to -1 dz. ഈ ഒരു ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇനി എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാം, നമ്മളുടെ എന്താ റെസിഡ്യൂ തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ റെസിഡ്യൂ തിയറം വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ഈ ഒരു ടേമിൻ്റെ റെസിഡ്യൂസ് ആഡ് ചെയ്താൽ മതി. അതായത് സിഗ്മ ഇ സ്ക്വയർ അതൊക്കെ അതേപോലെ തന്നെ എടുക്കും. സിഗ്മ i = 1 to n, i = 1 to n എന്ന് പറഞ്ഞാൽ എത്ര പോൾസ് ഉണ്ടോ അതിനനുസരിച്ചാണ് 1 to 3 പോൾസ് ഉണ്ടെങ്കിൽ 3 വരെ വരും. റെസിഡ്യൂ ഓഫ് ഈ ടേം h of z into h of z raised to -1 into z raised to -1 at all the poles z = pi. ഇപ്പോൾ 3 ആണെങ്കിൽ p1 കാണും, p2 കാണും, p3 കാണും. കണ്ടീഷൻ ഉണ്ട്, കാരണം ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the closed contour of integration is around the unit circle mod z = 1 in the anti-clockwise direction, in which case only the poles that lie inside the unit circle are evaluated using residue theorem. So residue theorem നമുക്കറിയാം, യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോൾസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഉള്ള പോൾസ് വെച്ചിട്ട്, അതായത് ഇത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം റെസിഡ്യൂ തിയറം ചെയ്യണമെങ്കിൽ ഈ ഒരു ഇത് എടുത്തിട്ട് അതിനെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും, പാർഷ്യൽ ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് ആ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. എന്നിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് നമുക്ക് h of n കിട്ടിയാൽ മതി. ഇതാകുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് എഴുതി ചെയ്യേണ്ടി വരും മാത്രം. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് നോയ്സ് പവർ.